ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് പറയുകയാണ് ഔസേപ്പിനും ആൽബർട്ടും റോബിച്ചിനും എല്ലാം പറയുന്നുണ്ട്. സ്റ്റാൻലി 2-3 ദിവസം കൂടെ അലീന ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീയൊക്കെ ഇങ്ങനെ അല്ലോട് പറഞ്ഞു കുളത്തപ്പുഴ അവളെ കയറ്റരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നീയൊക്കെ മാറ്റി പറയുകയാണല്ലോ എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആ കൊച്ചിന് വേണം എന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കണം. അപ്പോൾ ലാലിച്ചിനും കിടക്കാൻ ഒരുമാണ്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ നിൽക്കുമ്പോഴത്തേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് സോഫയിലിരിക്കുകയാണ് ലാലിച്ചിരിക്കുമ്പോഴത്തേക്കും ആൽബർട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട്. ആൽബർട്ട്, അച്ഛാ നമുക്ക് 2 കുപ്പി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞ് എൻ്റെ കുപ്പിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞത്. ഇല്ല, അച്ഛൻ്റെ കാറിൻ്റെ കീ എന്തെന്ന് നോക്കട്ടെ, കാറിൻ്റെ അകത്ത് കാണുമെന്ന് പറഞ്ഞത്. കാറിൻ്റെ അകത്ത് കാലിക്കുപ്പിയാണ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഗൗരവത്തിലായി പറയുന്നത്. ഗൗരവത്തിൽ പറയുമ്പോഴത്തേക്ക് എടുത്തു പറയുകയാണ്, കാലിക്കുപ്പി ഇച്ചാൻ്റെ കാലിക്കുപ്പിയാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാം, എടാ അതിൻ്റെ അത് കുറേ ജമൈക്കൻ റമ്മുണ്ട്, അതല്ല വേറെ ഒന്നും എടുക്കരുതെന്ന് പറയുവാണ്. ശരിയെന്ന് പറഞ്ഞ് താക്കോൽ മേടിച്ചുകൊണ്ട് വന്നിരുമ്പോഴത്തേക്ക് ഒരു റിമി മാർട്ടിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് നിന്നോടാരാടാ ഈ കുപ്പി എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛാ എന്താ അച്ഛായ പറയുന്നത്, അച്ഛായ മാത്രമേ ഞാൻ വില കൂടിയ സാധനം കഴിച്ചാൽ മതിയോ, ഞങ്ങളും കഴിക്കണ്ടേ, കൊടുക്കുമ്പോഴേ അനിയന്മാർക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി നല്ല സാധനങ്ങൾ കൊടുക്കാൻ നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയന്മാരല്ലേ, വേറെ ആരെങ്കിലും അല്ലല്ലോ, അന്യർക്കും നല്ല രീതിയിലും ഞങ്ങൾക്ക് ഏറ്റവും ചീത്തയുള്ള സാധനങ്ങളാണ് തരുന്നത്, ഞങ്ങൾ ഇച്ചിരി നല്ലത് കുടിക്കട്ടെ, ഞങ്ങൾ നല്ലത് കുടിച്ച് ശീലിക്കട്ടെ എന്നൊക്കെ പറയണം. ഇതിനു മുമ്പ് എൻ്റെ അനിയൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ, കാരണം എൻ്റെ മോള് 2 ദിവസം ഇവിടെ വന്ന് നിന്നുകൊണ്ടാണ് ഈ അധികാരമൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് സ്റ്റേ ചെയ്യിപ്പിച്ചതിനാണോ, അതുകൊണ്ടാണ് അതിൻ്റെ അധികാരമാണോ, ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പം എന്താണെന്നും വലിയ ഗൗരവത്തിലല്ലാതെ ശരി പോകുമെന്ന് പറഞ്ഞ് വിടുവാണ്. അത് കഴിഞ്ഞാൽ റോബിച്ചും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് വിളിക്കുവാണ്, ലാലിച്ച മേലോട്ട് വാ, എല്ലാവരും കൂടിയിട്ടുണ്ട്, അങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ മേലെ 5 കസേരയും മേശയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് പറയാണ്, കുപ്പി പൊട്ടിക്കണം, അത് ഔസേപ്പിച്ചും കുപ്പി പൊട്ടിക്കണം. മേശയിൽ വിഭവസമൃദ്ധമായിട്ടുള്ള നല്ല ടച്ചിങ് ആയിട്ട് കോഴി പൊരിച്ചതും കുറേ സ്നാക്സും പിന്നെ ഫ്രൂട്ട്സും എല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഔസേപ്പച്ചൻ കുപ്പി പൊട്ടിച്ച് ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റോബിച്ചൻ പറഞ്ഞാൽ, അപ്പച്ചൻ കുടിക്കുന്നതൊക്കെ കൊള്ളാം, ഈ വാറ്റുചാരം അടിക്കുന്ന പോലെ ഈ പടപടയിൽ അടിച്ച് തീർക്കാനുള്ളതല്ല, ഒറ്റ വലിക്ക് തീർക്കാനുള്ളതല്ല ഈ സാധനങ്ങൾ, അത് ഞൊണഞ്ഞ് കുടിക്കണം, അതായത് ഒരു സിപ്പായിട്ട് അടിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ, എടാ നീയൊക്കെ എന്തുവാണ് ഈ പറയുന്നത്, അത് മദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് തേനല്ല, അതായത് ആസ്വദിച്ച് കുടിക്കാനും ആസ്വദിച്ച് നമ്മൾ വളർത്താനും, അത് ശരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ വലിക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വയറ്റിൽ ചെന്ന് കഴിയും, കടന്നിട്ടാണ് അതിൻ്റെ ഒരു മെക്കാനിസം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ സുഖം ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും നീ പറയുന്ന പോലെ അല്ല എന്നുള്ള രീതി നമ്മുടെ അവതക്കുട്ടി പറയാണ്. എന്നിട്ട് അടുത്ത ഔസേപ്പച്ചൻ പറയാണ്, എല്ലാവർക്കും ഗ്ലാസ് എടുത്ത് കൊടുത്ത് സാധനം ഒഴിച്ച് കൊടുത്തിട്ട് പറഞ്ഞ 2-3 ദിവസത്തേക്ക് ഞാൻ നമ്മുടെ അരീനമ്മളെ കൊണ്ടുപോകാം കേട്ടോ, എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ. എന്തിന് എടാ, നിൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞ് നിന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി കാര്യങ്ങളെല്ലാം ചെയ്തു, ഇനിയിപ്പോൾ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുക, അതെ വേറൊന്നുമല്ല ഇനിയിപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമല്ലോ പിള്ളേർക്ക്, അപ്പം 2-3 ദിവസം അവരുടെ കൂടെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം അവളെ വിട്ട് കിട്ടണം എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ആൽബർട്ട് പറഞ്ഞാൽ, അങ്ങനെയാണ്, അതായത് ഔസേപ്പച്ചൻ്റെ വീട്ടിൽ വിടുവാണ്, എൻ്റെ വീട്ടിലും വിടണം, അത് ഞാനും അതിനുള്ള യോഗ്യത ഉള്ള ആളാണ്, കാരണം ഞങ്ങളുടെ വീട്ടിലും വിടണം, ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം എന്നൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ വിടണം, ഞങ്ങൾ കുറച്ച് പിള്ളേർക്കാണ്, അല്ല ഞങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ പെൺപിള്ളേരൊന്നും ഇല്ല, അപ്പം ശോഭിക്കും റോണിക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചേച്ചിയെ കിട്ടിയതിന് ഭയങ്കര സന്തോഷമാണ്, അപ്പം അങ്ങോട്ട് വിടുവാണെങ്കിൽ എൻ്റെ വീട്ടിലും കൊണ്ടുപോകും എന്നുള്ളത് പറയുകയാണ്. ഉടനെ ലാലിച്ചൻ പറയുവാണ്, എടാ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നീയൊക്കെ നിൻ്റെ വീട്ടിലൊക്കെ കയറ്റത്തില്ല, മാത്രമല്ല കുളത്തപ്പുഴ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കണ്ട അനാഥ പിള്ളേരൊക്കെ വീട്ടിൽ കയറ്റരുത്, അത് സമ്മതിക്കത്തില്ല, ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി, നീയൊക്കെയാണ് ഇപ്പം അവളെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്, നിന്നെയൊക്കെ വിശ്വസിക്കാൻ പറ്റുവാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛായ എന്താ പറയുന്നത്, കരഞ്ഞ് തെറ്റ് പറ്റും, ഞങ്ങൾ അവളെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിന്നു, അത് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ എതിർത്തു, രണ്ടാമത് അവളെ സ്വീകരിച്ചതിന് കരഞ്ഞ ഇതുപോലൊരു മാലാകമയെ പോലൊരു കൊച്ചിനെ കിട്ടുന്നത് ഇച്ചായൻ്റെ ഭാഗ്യമാണ്, കാരണം ഇച്ചായൻ ആദ്യം കരുതി ഇങ്ങനൊരു കൊച്ചിനെ കിട്ടുന്നത് ഇച്ചായൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ, അതുകൊണ്ട് എടുത്തു പറയുവാണ്, ഞങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുപോയിരിക്കും എന്ന് പറയുമ്പോൾ, അത് നീയൊക്കെ തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുക. അത് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇച്ചായ ഒരു തെറ്റും കൂടെ പറ്റി, അതായത് അവളിവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു എന്ന് അവസരിപ്പിച്ചാൽ പറയുമ്പോഴത്തേക്ക് പറയണം, അതിനുള്ള നീ
നീ അത് പറയാനുള്ള അധികാരം നിനക്കുണ്ടോടാ? നീ എന്തിനാണ് അത് പറഞ്ഞത്? വെച്ചാൽ ഈ ലോകത്ത് തെറ്റുപറ്റാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും തെറ്റുപറ്റും. അതിലൊരാളായിട്ട് ഞാനും എനിക്കും ഒരു തെറ്റുപറ്റി. പക്ഷേ അത് തിരുത്തുകയും ചെയ്തു. അവൾ ആദ്യം ഫുഡൊന്നും കഴിക്കത്തില്ല. ഫുഡ് കഴിച്ചത് അടുക്കളയിരുന്ന, പിന്നെ ഞാൻ തന്നെ അവളെ പോയി വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ ഇരുത്തിയത് ഫുഡ് കൊടുത്തതും അങ്ങനെയെല്ലാം ചെയ്തത്. പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി ഐസ്ക്രീം കഴിച്ച് അതുപോലുള്ള പല ആഘോഷങ്ങളിൽ അവൾക്കിപ്പം 23 വർഷമായിട്ട് അവൾ ഒറ്റയ്ക്കാണ് ജീവിച്ചത് അതായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ തന്നെ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അവളെ ഭയങ്കരമായിട്ട് ബോധിക്കുകയും ചെയ്ത് അവളെ ഞങ്ങളെ കൊച്ചായിട്ട് തന്നെ കാണുകയും ചെയ്ത്. അതുകൊണ്ട് ഞങ്ങൾ തിരുത്തി. ഞങ്ങൾക്ക് ആർക്കാ തെറ്റ് വരാതെ. ഇപ്പം ഇച്ചായനും ഇപ്പം എൻ്റെ ഒരു മോളാണ് അങ്ങനെ സംഭവിച്ചെന്നുണ്ട്, അങ്ങനെ വന്നതെന്നുണ്ടെങ്കിൽ ഇച്ചായൻ എതിർക്കത്തില്ലേ? എല്ലാവരും എതിർക്കും. അതുപോലെ തന്നെ ഞാൻ എതിർത്തിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെ പറയുവാണ് ഇച്ചായ നമുക്ക് ഔസഫിച്ചിൻ്റെ പിന്നെ പറയുവാണ് നമുക്ക് അവളുടെ കല്യാണം പെട്ടെന്ന് നടത്തണം. നമുക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അവളുടെ ഗംഭീരമായിട്ട് കല്യാണം നടത്തണം എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, എടാ നീയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് അവളുടെ കല്യാണം നീയൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ? അതല്ല ഇച്ചായ, അവൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾക്കും അധികാരമുണ്ടല്ലോ. ഇച്ചായൻ്റെ അനിയൻ എന്നുള്ള അധികാരം എന്നോട് ഇച്ചായനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളുടെ കൊച്ചാന്നുള്ളതിൽ അധികാരം എനിക്കും, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയന്മാർക്കും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഇച്ചായൻ വലിയ കൈകടത്തമുണ്ടെന്ന് പറഞ്ഞ ലാലിച്ചൻ പറഞ്ഞു, നിന്നെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോടാ? കാരണം ഞാൻ അന്ന് പറഞ്ഞ വാക്കിലല്ലോ ഇന്ന് പറയുന്നത്. കാരണം അന്ന് അങ്ങോട്ട് കയറ്റണ്ട, അടുപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ വഴക്കുണ്ടാക്കി. പക്ഷെ ഇന്നിപ്പം അവളെ പൊന്നുപോലെ നോക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ പറയുന്ന വാക്കുകളല്ല നീയൊക്കെ നാളെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണം ഞാൻ തന്നെ നടത്തിക്കോളാം എന്നുള്ളത് പറഞ്ഞു നിർത്തണം. അടുത്ത് പിന്നെ സീൻ പറയുമ്പോഴത്തേക്ക് ലാലിച്ചൻ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അത് ഒരു ചുരുട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അകത്ത് ഭയങ്കര ചിരിയും കളിയും മേളവും ഒക്കെയാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ. അപ്പം ലാലിച്ചൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഈ വീട്ടിലുള്ളവർ പെട്ടെന്ന് തന്നെ അറ്റാച്ച്ഡായി അവളോട്ടിട്ട്. ഞാൻ തന്നെ പല പ്രാവശ്യം അവിടെ പൗലോസുമായിട്ടും മറ്റു പണിക്കാരുമായിട്ടുള്ള രീതിയിലുള്ള അലീനയുടെ പ്രകൃതം ശരിയല്ല, അതായത് ഇടപെടൽ ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ തന്നെ എതിർത്തുന്നു. പക്ഷേ ഇവന്മാർ എന്നെക്കാട്ടും ഭയങ്കര വല്ലാത്ത രീതിയിൽ നിൽക്കുന്നവന്മാർ, ഇവന്മാർ പോലും പെട്ടെന്ന് തീരെ അവളുമായിട്ട് അടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതുപോലെ അത് കഴിയുമ്പോഴത്തേക്ക് അത് തിന്മേശയിൽ ഫുഡൊക്കെ റെഡിയായി. എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെയും ലാലിച്ചും പുറത്തിറങ്ങുമ്പോൾ ഒരു സീട്ടൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചുരുട്ടൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അകത്ത് ഭയങ്കര അലീനയുടെ റൂമിൽ ഭയങ്കര ചിരിയും കളിയും മേളം ഒക്കെയാണ്. പിന്നെ കുറേ പാട്ടും ഡാൻസ് ഇതൊക്കെ കണ്ട് കേൾക്കും. ലാസ്റ്റ് ഒരു പാട്ടിൻ്റെ ഒരു ഈരടി കേൾക്കുമ്പോഴത്തേക്ക് ചാടി ചെല്ലുവാണ്. അതായത് ലാലിച്ചൻ അകത്തോടെ കയറിപ്പോണ്. കാരണം ഇതിൻ്റെ അകത്ത് ലാലിച്ചന് പാട്ടും മേളവും ഡാൻസും ഒന്നും വലിയായിട്ട് അതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലീന പാട്ട് പാടുന്നത് ഇങ്ങനെയാണ്. അതായത് ഭൂമിയിൽ ജനിക്കപ്പെടുന്നതായിട്ടുള്ള എല്ലാ അനാഥ പിള്ളേരും മറ്റുള്ള മനുഷ്യരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ആഹാരത്തിനും വസ്ത്രത്തിനും പണത്തിനും വേണ്ടി മറ്റുള്ള മുമ്പേ കൈ നീട്ടുമ്പോഴത്തേക്ക് അവരിൽ മേൽ ചൊരിയുന്നിട്ടുള്ള കാരുണ്യമുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന മാലാഖമാരാണ് ഈ അനാഥ പിള്ളേർ. ഇവരുടെ ഈ കർത്തവ്യം ഈ ഭൂമിയിൽ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഈ മാലാഖമാർക്ക് ഭൂമിയിൽ അവർക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സ്വർഗത്തിൽ അവർക്ക് അച്ഛനും അമ്മയായിട്ട് ദൈവം തന്നെ കൂടെ ഇരിക്കും. മാത്രമല്ല എല്ലാം കൊണ്ടും പരിപാലിക്കാനുള്ള ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരായിട്ട് അവരെ കണക്കാക്കും എന്നുള്ള ഇത് പറയാണ്. മാത്രമല്ല ഈ ഒരു അച്ഛനും അമ്മയും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും പരിണത ഫലമാണ് ഈ മാലാഖമാർ ചെയ്യുന്നത്. അങ്ങനെ ആണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷെറിൻ്റെ കണ്ണുനീരിന്ന് ആ പാട്ട് പാടി തീർന്നപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാണ്. അതുപോലെ അലീനയും കരയുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിരിയും കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകണം. ദിയമോളെ കൊണ്ട് ദിയയും റോണിയും കൊണ്ട് ആൻസിയും റോബിച്ചിനും പോയി. പിന്നെ ഷോബിയും റോണിയും എല്ലാം സാന്ദ്ര എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ഇരുന്നു. അപ്പം ലാസ്റ്റ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ അലീനയും ഷെറിനുമാണ്. അപ്പം ഷെറിനെ പിടിച്ചെടുത്ത് എഴുന്നേപ്പിച്ചിട്ട് കൊണ്ട് റൂമിൽ കൊണ്ടുപോയി. അപ്പം അപ്പോഴത്തേക്ക് ആൻസിയും റോബിച്ചിനെല്ലാം ചേർന്ന് അവിടെ ലാലിച്ചിന് ഒരു റൂമെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഷെറിൻ്റെ റൂമിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഷെറിനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാ ആൻറ്റി ഈ ഞാൻ ആ മാലാഖമാരുടെ അല്ലെങ്കിൽ അനാഥ പിള്ളേരുടെ പാട്ട് പാടി എപ്പോഴത്തേക്ക് ആൻറ്റി എന്തിനാ കരഞ്ഞേന്ന് ചോദിക്കുകയാണ്. ഉടനെ ചോദിക്കും, ഒന്നുമില്ല
ചുമ്മാ എനിക്ക് കരയണം തോന്നി കരഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ല ആൻറ്റിക്കൊരു കൊച്ചുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്ക് കൊച്ചുണ്ടോ? കൊച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു, ഇല്ല ആൻറ്റിക്ക് കൊച്ചുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ആൻറ്റി എന്തിനാ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് കൊച്ചിനെ കാണണം, എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ച് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല, അത് സ്വാഭാവികമാണ്, എനിക്കങ്ങനെ തോന്നി, എനിക്ക് കൊച്ചില്ലല്ലോ ഇപ്പം, അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അല്ല ശരി, ഞാനൊരു കാര്യം ചെയ്യണം, ആൻറ്റിക്ക് ക്ലിയർ ആയിട്ട് മറുപടി പറയണം എന്നിട്ട് പറയാം. ആൻറ്റിക്ക് എറണാകുളത്ത് തമ്മനം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന ഗ്രേസി ആൻറ്റിയും മാമച്ചനെ അങ്കിളിനെ അറിയാമെന്ന് ചോദിക്കും. ഇത് കേട്ടോന്നെ ഞെട്ടിത്തെറിച്ചിരിക്കും. അത് പറഞ്ഞാൽ അവൾക്കൊരു മോനുണ്ടായിരുന്നു, മോൻ്റെ പേര് ജിജോ. ആ ജിജോ ഒരു ഷെറിൻ എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. സ്നേഹത്തിലായിരുന്നു, കല്യാണം ഉറപ്പിച്ചു. പക്ഷേ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഈ കൊച്ചിന് പെട്ടെന്നൊരു ജിജോയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ജോജിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ആൻറ്റിയും അങ്കിളും മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ആൻറ്റിയും അങ്കിളും അല്ല, ഇവർ രണ്ടിനെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് അപ്പോൾ ആ പെണ്ണ് ഷെറിൻ എന്ന് പറഞ്ഞ പെണ്ണ് പ്രഗ്നൻ്റ് ആകുകയും ആ പെണ്ണ് പിന്നെ പ്രസവിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞ്. പക്ഷേ ആ പെണ്ണിനെ അത് കഴിഞ്ഞ് 5 വർഷം ശേഷം ഒരു വിവരമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ കൊച്ച് എവിടെയോ വളരുന്നുണ്ടെന്ന് അവർക്കറിയാം. അതിനെ തേടി നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടിത്തെറിച്ചിങ്ങനെ അവളുടെ കൈ, അത് അലീനയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഷെറിൻ. അപ്പം ഇനി അപ്പോൾ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ചുള്ള, അപ്പോൾ കൊച്ചു ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കൺഫേം ആയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ആശ്ചര്യത്തോടെയും പിന്നെ ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നൊരു സീനാണ് ലാസ്റ്റ് കാണുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. ഇത് ഈ മാസം തന്നെ ഈ സീനെല്ലാം കോർത്തിണക്കിയുള്ള വിശേഷങ്ങളെല്ലാം കടന്നു വരുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട്, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.